എങ്ങോട്ട് പോവാ ഉണ്ണി? ഹോസ്പിറ്റലിലേക്ക്. വീട്ടിലിപ്പോ ആണെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. എന്നിട്ട് കോടതി പോകാതെ ആശുപത്രിയിലേക്ക് പോവുകയാണോ? കോടതിയിൽ പോയിട്ട് എന്താ പ്രയോജനം? ജാമ്യം കിട്ടില്ല എന്ന് വക്കീല് പറഞ്ഞും കഴിഞ്ഞു. എങ്കിലും ഒന്ന് പൊയ്ക്കൂടെ? ഒരുത്തി രാവിലെ ഒരുങ്ങി പോയി. ജയിലിൽ പോയി മൂത്ത മോനെ കാണാനാ വിശേഷം വിളമ്പാൻ. എന്നാലും ഉണ്ണിയേട്ടാ, എന്റെ പപ്പ എങ്ങനെ തീർത്തും അവഗണിക്കുന്നതേ ശരിയല്ല. ആരെ അവഗണിച്ചെന്നാ പറയുന്നത്? ഞാൻ നോക്കിയിട്ട് രക്ഷപ്പെടുത്താൻ ഒരു മാർഗവും ഇല്ല. പിന്നെ എന്ത് ചെയ്യാനാ? ഉണ്ണിയേട്ടൻ കൂടുതലൊന്നും പറയണ്ട. പപ്പ ഇവിടെ വന്നപ്പോ മുതല് എങ്ങനെയെങ്കിലും പപ്പ ഇവിടുന്ന് പുറത്താക്കണം എന്നായിരുന്നു ആഗ്രഹം. എന്തായാലും അവസാനം അത് നടന്നല്ലോ. ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് എന്താ പ്രയോജനം? മാമന്റെ പേരിലുള്ള കുറ്റം നിസ്സാരമൊന്നുമല്ല. ജാമ്യം പോലും കിട്ടാത്ത തെറ്റിയതൊരാളെ എങ്ങനെ രക്ഷിക്കാനാ? എന്നാലും നിന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ ശ്രമമെങ്കിലും ഉണ്ടാകണ്ടേ ഉണ്ണി? ഹാ, ദേ കണ്ടില്ലേ, സമയം തെറ്റിക്കാതെ കുളിച്ചൊരുങ്ങി എന്നും പോകുന്ന പോലെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഇങ്ങനെ പോകാൻ സാധിച്ചതേ ആരുടെ കരുണയാണെന്ന് പോലും ഓർക്കുന്നില്ല. നിന്നെ വിവാഹം കഴിച്ചത് ഒരു ഡോക്ടർ അല്ലായിരുന്നെങ്കിലേ മാമനെ ഹോസ്പിറ്റലിൽ തുടങ്ങുമായിരുന്നോ? ഞാനൊരു ഡോക്ടറായിട്ട് ഇറങ്ങിയപ്പോ മരുമകൻ ഡോക്ടറാണെന്ന് പറയുക മാത്രമല്ല, ഒരു ഹോസ്പിറ്റലിലെ MD ആണെന്ന് പുറത്ത് പറയണമെന്നുണ്ടായിരുന്നു മാമന്. അതിനുവേണ്ടിയാ ഹോസ്പിറ്റൽ വാങ്ങിയത്. ഓ, ഇനിയിപ്പോ ഓരോന്ന് പറയാലോ. ഹോസ്പിറ്റല് നഷ്ടത്തില, എന്നിട്ടും പപ്പയൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ നന്ദി പോലും ഉണ്ണിയേട്ടൻ പപ്പയോട് കാണിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മുതല് നമ്മൾ ഈ വിഷയത്തെ പറ്റി സംസാരിക്കല്ലേ വിജിതേ? ഇനിയും അത് തന്നെ ചർച്ച ചെയ്യണോ? രാവിലെ ഉണ്ണി ഉറക്കം എഴുന്നേറ്റ് പത്രം നോക്കി ചായയും കുടിച്ചു. എന്നാ മാമന്റെ അറസ്റ്റിനെ പറ്റി ഒരു വാക്ക് ചോദിച്ചോ? എന്തിനാ മാമി ചോദിക്കുന്നത്? പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ടായിരുന്നു വാർത്ത. മാമന്റെ പടവും ഉണ്ട്. അത് കണ്ടപ്പോ തന്നെ തൃപ്തിയായി. ഇനിയിപ്പോ കണക്കില്ലാത്ത സ്വത്തിനെ പറ്റിയും പണത്തിനെ പറ്റിയും അന്വേഷണം വരും. മാമിയും ഇവളെയും എന്നെയും ചോദ്യം ചെയ്യാൻ ആളും വരും. അതിനെപ്പറ്റിയാ ഞാനിപ്പോ ആലോചിക്കുന്നത്. ദേ, ഉണ്ണിയേട്ടൻ പോവാൻ നോക്ക്. മനുഷ്യന് നേട്ടങ്ങൾ മാത്രമല്ല, ഇതുപോലുള്ള തിരിച്ചടികളും ഉണ്ടാവും. ആ നേരത്തെ സഹായിച്ചവരെ കൈ ഒഴിയരുത്. ഞാൻ സ്വാർത്ഥനാണ്, നന്ദിയില്ലാത്തവനാണ്. എന്റെ ഏട്ടനുൾപ്പെടെ പലരും അത് പല രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. ഇനിയിപ്പോ ആ സ്വഭാവം അത്ര പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റില്ല. തെറ്റ് ചെയ്താൽ എന്നാലും ശിക്ഷിക്കപ്പെടണം. മനുഷ്യന് പണം വേണം എന്ന് കരുതി അത് അനധികൃതമായി സമ്പാദിക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെയായിരിക്കും ഫലം. ഇവൻ ജയിലിൽ കിടക്കേണ്ടവനല്ലായിരുന്നു സാറേ. ഞാനും അങ്ങനെ തന്നെയാ. മിണ്ടാതിരിടാ. നിന്റെ പണവും സ്വാധീനം കൊണ്ടാ ഈ പാവപ്പെട്ടവനെ നീ ജയിലിലാക്കിയത്. CA സാറിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓ, ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഏതായാലും എനിക്കിനി അധിക ദിവസമൊന്നുമില്ല ഇതിനകത്ത്. എന്നാൽ മാമൻ ഇനി കുറേ നാൾ, ചിലപ്പോ ഒരു 10-14 വർഷം ഇതിനകത്ത് തന്നെ കിടക്കേണ്ടി വരും. നിന്റെ ശാപത്തിന്റെ ശക്തി ഇപ്പോഴാ മോനെ എനിക്ക് മനസ്സിലായത്. എന്റെ ശാപം മാത്രമൊന്നുമല്ല, എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പുറത്ത്. ഞാൻ അകത്തായതിനു ശേഷവും നിങ്ങൾ ദ്രോഹിച്ചവര്, കൊല്ലാതെ കൊന്നവര്, അവരൊക്കെ ദൈവത്തെ വിളിച്ചാലേ ആ വിളി ദൈവങ്ങൾ കേൾക്കും. ഞാൻ ജയിലിനകത്ത് കിടക്കുമ്പോ പോലും സാറുമാരെ കൊണ്ടും സഹതടവുകാരെ കൊണ്ടും നിങ്ങൾ എന്നെ തല്ലിച്ചില്ലേ? എന്നിട്ട് എന്റെ ഇവിടുത്തെ കാലാവധി നീട്ടാൻ നോക്കിയില്ലേ? ഇനിയൊരു പക്ഷേ ആ വിധി നിങ്ങൾക്കാ കിട്ടാൻ പോകുന്നത്. എനിക്ക് എത്ര തല്ലുകൊണ്ടാലും അത് തടുക്കാനും കൊള്ളാനുള്ള കരുത്തുണ്ടായിരുന്നു. കാരണം ഞാൻ ജോലി ചെയ്ത് ശരീരം വിയർത്താ ജീവിച്ചത്. എന്നാൽ ഒരു പണിയും ചെയ്യാതെ ആൾക്കാരെ വഞ്ചിച്ചും പറ്റിച്ചുവാ നിങ്ങൾ ഒരുപാട് സമ്പാദിച്ചേ. അതുകൊണ്ടേ ഈ തടിക്ക് ഇവിടെ ഉള്ളവരുടെ തല്ലുകൊള്ളാനുള്ള ആരോഗ്യമില്ല. എങ്കിലും ഇവൻ തല്ലു കൊള്ളും. രാവിലെ മുതൽ പറമ്പിൽ കിടന്ന് കിളയ്ക്കുമല്ലേ കണ്ണ. ഇനിയിപ്പോ വിശ്രമിച്ചോ. ശരി സാറേ. കരുണമാമേ, കരുണം മാമേ, ഞാൻ ഈ ജയിലിലേക്ക് ആത്മാർത്ഥമായിട്ട് സ്വാഗതം ചെയ്യാ. ജയിലിലെ പറമ്പ് കിളച്ച് നല്ല പച്ചക്കറി ഒരുപാട് വിളയിച്ചവനാ ഞാൻ. ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല ഭക്ഷണവും വിളമ്പേ. അതിന്റെ നന്ദി ഇവന്മാർ എന്നോട് കാണിച്ച മാമൻ എന്നോടൊന്നും തോന്നരുത്. ശരി. അല്ലറ ചില്ലറ പാകപ്പഴയൊക്കെ പറ്റിയിട്ടുണ്ട്. എങ്കിലും ഞാനൊരു പാവമാ. കൈ ധരിക്കുന്നവർക്കൊക്കെ കൊടുക്കാം. സെല്ലില് ഞാൻ ഒറ്റയ്ക്കാണോ അതോ? ഒറ്റയ്ക്ക് മാത്രമല്ലടാ, നല്ല AC-യും നല്ല ബെഡും എല്ലാം ഉണ്ട്. നടക്ക്.
ഇത്രക്കൊക്കെ സന്തോഷം വേണമായിരുന്നോടാ? പിന്നെ വേണ്ടേ സാറേ? എന്നെയും കണ്ണേട്ടനും ഒക്കെ ചതിച്ച അവൻ ഒറ്റ ഒരുത്തനാ. അതിനുശേഷവും അവൻ എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു. സാറേ, കാർത്തൂന്റെ കല്യാണത്തിന്റെ അന്ന് വരെ അവൻ കളിച്ചില്ലേ? കാർത്തൂനെ തട്ടിക്കൊണ്ടുപോയത് ആരാ വക്കീൽ സാറേ? അതൊക്കെ നമുക്കങ്ങ് പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ഇന്ന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ കണ്ണൻ. അവന്റെ അരികിലേക്കാ കരണം കടന്നു എല്ലാം പോകുന്നത്. സാരമില്ല, നമുക്ക് ഒരുപാട് വിഷുവും ഓണവും ഒക്കെ ആഘോഷിക്കാൻ കഴിയും. അതിനുള്ള സാഹചര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ചേർത്തെടുത്ത് ദേവി തന്നെ കൊണ്ടുവരും. പോയിട്ട് വരാം. കരയാതെ യാത്രയാക്കണം. ആരോഗ്യമൊക്കെ നോക്കണം. അതാ എനിക്കും അങ്ങോട്ട് പറയാനുള്ളത്. ഇവിടെ ചിലരെ പേടിച്ചിട്ട് നിരാഹാരം കിടക്കരുത്. പോയിട്ട് വരാം. എന്തുവാണോ? ഇത്തിരി വെള്ളം കിട്ടിയ വാ ഒന്ന് ഒരു വെള്ളം വേണം അല്ലയോ? ആ. ഇപ്പൊ തരാം. എന്നാ വിളിച്ചോ. വന്നിരിക്കുന്നു വെള്ളം ചോദിക്കാൻ. ഇന്നലെ ഒരുപാട് ദ്രോഹിച്ചില്ലേ? ഇനി ദ്രോഹിക്കാതെ ഇരുന്നു കൂടെ സഹോദരന്മാരെ? രാവിലെ എഴുന്നേറ്റ് വന്ന് കൈയും കലക്കുന്നു നിർത്ത്. പറമ്പിൽ നല്ല പണിയുള്ളതാ. വയസ്സ് 10-55 കഴിഞ്ഞു. കൊറേ നാളായി ശരീരം വേർത്ത് എന്തെങ്കിലും ഒക്കെ ചെയ്ത്. സാരമില്ലടാ, ഇനി ഒന്നേനങ്ങ് തുടങ്ങാം. എന്താ മാമ? മോനെ, ഒന്ന് വാ കഴുകണമായിരുന്നു. അതിനെന്താ, കഴിക്കുക. മാമ, ആ ദിവസം ഓർമ്മയുണ്ടോ? എന്റെ കടയിൽ നിന്നും എന്നെ പോലീസുകാർ അറസ്റ്റ് കൊണ്ടുപോയ ദിവസം. സ്വന്തം ഭർത്താവിന് ഒരു ഗ്ലാസ് ചായ പോലും ഇട്ട് കൊടുക്കാൻ കഴിയാത്ത ഏട്ടത്തി തന്നെയാണ് അനിയത്തെ വേണ്ട എന്ന് അരുണിനെ കൊണ്ട് പറയിച്ചത്. എന്നാലും നീ ഭയങ്കര സാധനം തന്നെയാടി. എല്ലാവരും നിമിഷ നേരം കൊണ്ടല്ലേ കൈവെള്ളലിട്ട് കറക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല. അമ്മായി ഇതല്ല ഇതിലപ്പുറവും പറയും. എന്നുവെച്ചേ എന്റെ നാവ് പൂട്ടിക്കെട്ടാന്ന് നീ കരുതണ്ട. അമ്മായിയുടെ സംസാരമൊക്കെ എന്റെ അമ്മ വരുമ്പോ തീരും. പിന്നെ എന്റെ അമ്മയുടെ സംസാരമേ പുറത്ത് കേൾക്കൂ. മര്യാദയ്ക്ക് അടുക്കളപ്പണിയും ചെയ്ത് അവിടെ എങ്ങാനും ഒതുങ്ങി കൂടിക്കണം. അവനവിടെ പോയി സ്വസ്ഥമായിട്ട് ജോലി ചെയ്യട്ടെ. കരഞ്ഞ് നിലവിളിച്ച് പെട്ടെന്ന് അവനെ വരുത്തണ്ട. വന്നാലും ഒന്നിച്ചൊരു മുറി കഴിയാൻ പറ്റും. അരുണിന്റെ അപ്പച്ചിയുടെ മുമ്പിൽ വണങ്ങി നിൽക്കാം. ഏട്ടത്തിന്റെ മുമ്പിൽ അത് വേണ്ട. പറയാൻ പാടില്ലാത്തത് പറഞ്ഞ് തിരിച്ചു പറയണം. അത് വലിയ വഴക്കാവില്ലേ അമ്മേ? എന്ന് വെച്ച് എല്ലാം സഹിക്കാൻ പറ്റുമോ മോളെ? ഓ, ഞാൻ കേട്ടു. അമ്മായിയമ്മ മരുമോളെ നന്നായിട്ട് ഉപദേശിക്കും. ഇവളുടെ മേല് നോവാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. തല്ലുകൊണ്ട് നീ തളരും പെണ്ണേ. അതിനുവേണ്ടി എന്റെ അമ്മായി തന്നെ കാരണങ്ങൾ ഉണ്ടാക്കി തരുവോ? ചിലപ്പോ അരുൺ തിരിച്ചു വരുമ്പോ നിന്നെ കൊന്നുവയ്ക്കും എന്റെ അമ്മ. അതൊക്കെ നന്നായിട്ട് അറിയാലോ. പിന്നെ ഇവിടെ കുത്തി ഇളക്കണോ? ഇതുപോലെ മറിഞ്ഞു നിന്ന് മറ്റുള്ളവരുടെ സംസാരം കേൾക്കുന്ന പെൺകുട്ടികൾ കാണില്ല.
എന്താ മോളെ? അവൾക്ക് വാല് മുളച്ചു തുടങ്ങിയമ്മേ. ഞാനങ്ങോട്ട് വരാനിറങ്ങായിരുന്നു. ആ വാലൊക്കെ അമ്മ ചെത്തി കളഞ്ഞോളാം. അമ്മായി അവൾക്കൊപ്പം നിന്ന് എന്നെ തള്ളി പറയുവാ. സാരമില്ല, ഞാനങ്ങ് എത്തിക്കോട്ടെ. എല്ലാത്തിനും പരിഹാരം കാണും. മോള് വച്ചോ. ശരിയമ്മേ. കണ്ണ സന്തോഷത്തിലാ. കണ്ണന്റെ കഥകളൊക്കെ ജയിൽ പുള്ളികൾക്ക് അറിയാം. അതുകൊണ്ട് ജയിൽ പുള്ളികളും വാർഡനും കൂടെ കരുണനെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുക. ദൈവത്തിന്റെ ഒരു കളി നോക്ക് പവിത്രേ. കണ്ണൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ വിധി അയാൾക്ക് കൊടുത്തു. കരുണൻ അകത്തായി. കണ്ണേട്ടിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ ദിവസം പപ്പേട്ടിന് ഓർമ്മയുണ്ടല്ലോ. ഞാനും കാർത്തുമൊക്കെ തകർന്നു പോയ ദിവസമായിരുന്നു അത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതി അവിടെയും പിടിച്ചു നിന്നത് നിങ്ങൾ നല്ലവരായ കുറച്ച് നാട്ടുകാർ ഇവിടെ ഉള്ളതുകൊണ്ടാ. നന്ദി പറയേണ്ട ഞങ്ങൾക്കല്ല പവിത്രേ, അരുൺ സാറിന്. ആ മനുഷ്യൻ ഈ നാട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇതാവുമായിരുന്നില്ല നിങ്ങളുടെയൊക്കെ അനുഭവം. എല്ലാം കണ്ണന്റെയും പവിത്രയുടെയും കാർത്തൂന്റെയും നന്മയ്ക്ക് കിട്ടിയ പ്രതിഫലമാണെന്ന് കരുതിയാൽ മതി. നന്നായിട്ട് കിളക്കടാ അങ്ങോട്ട്. ഇങ്ങനെ പോയാ എനിക്ക് അധികം നാൾ ഇവിടെ കിളക്കേണ്ടി വരത്തില്ല. പെട്ടെന്ന് മുകളിലോട്ട് വിളിക്കും. നിന്നെയോ? അങ്ങനെ ഒരു അബദ്ധം ദൈവം കാണിക്കില്ല. ഇങ്ങനെ പോയാ ഇയാള് മഞ്ഞപ്പാൽ കുടിച്ച് കുറെ നാള് കിടക്കും. സത്യമായിട്ടും തളർന്നു പോയി സാർ. ഞാനൊരു ഇത്തിരി നേരം ആ തള്ളത്ത് പോയി ഇരുന്നോട്ടെ. പോ. ഓ, അയ്യേ. എന്താണ് മാമ? മാമനെ കാണാൻ ആരും വരുന്നില്ല അല്ലേ? ഓ, നിന്റെ മാമി ചിലപ്പോ വരുമായിരിക്കും. ഓ, മോളെന്ന് പറഞ്ഞ ഒരുത്തി വന്നിട്ട് വന്നെന്ന് പറയാം. നിങ്ങളുടെ മകൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ തെറ്റായ വഴിക്ക് ഓരോന്ന് സമ്പാദിച്ചത്? അവളെ ഉണ്ണിയുമായിട്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയല്ലേ എന്നെ ചതിച്ചത്? തലയ്ക്ക് ഓളമായിരുന്ന സമയത്ത് അങ്ങനെയൊക്കെ അങ്ങ് ചെയ്തു പോയി. അതിലൊന്നും ഒരു കാര്യമില്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. എനിക്ക് 15 വയസ്സുള്ളപ്പോ അച്ഛനെ അങ്ങ് വിളിച്ചതാ. ആ സമയത്ത് മാമൻ പൈസ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അന്ന് നിങ്ങളുടെ പഠിക്കൽ ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിൽ വന്ന് കൈ നീട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഒരിക്കൽ പോലും കടാക്ഷിച്ചിട്ടില്ല. ഉണ്ണി ഡോക്ടറായിട്ട് പുറത്തിറങ്ങുന്നത് വരെ ഒരു സഹായം ചെയ്തിട്ടില്ല. എന്നിട്ട് കോടികൾ കാട്ടി അവനെ മോഹിപ്പിച്ചു. അവൻ കൂറ് കാണിക്കുമ്പോഴും ഞാൻ എതിർക്കുമെന്ന് വിചാരിച്ച് എന്നെ തളച്ചു. എന്നിട്ട് മോളും മരുമകനും ഇപ്പൊ സന്തോഷിക്കുന്നുണ്ടോ? ഓ, ഒന്നും പറയണ്ട എന്റെ കണ്ണ. ഇനിയിപ്പൊ നടന്നതിനെ പറ്റി ഒന്നും സംസാരിക്കണ്ട. അല്ല, ആരാ ഈ വിജയത്തെ കാണാൻ വരുന്നവൻ? ആ, നിനക്കറിയാവനെ. നിന്റെ ഒപ്പം ജയിലിൽ കിടന്നവനാ, ദീപൻ. അതുകൊണ്ടെന്താ എന്റെ മോളും ഭാര്യയും കാർത്തും പട്ടിണി കിടന്നില്ല. അന്തസ്സായിട്ട് കാർത്തുന്റെ കല്യാണം കഴിഞ്ഞു പോയി, എന്നെ ഒരു സഹായം കൂടാതെ. അതാ പറഞ്ഞത്, കൂട്ടുകാരെ ഒരിക്കൽ സഹായിച്ച അതിന്റെ നന്ദി അവര് മരണം വരെ പ്രകടിപ്പിക്കും. നിങ്ങളുടെ കാര്യം പോട്ടെ, സ്വന്തം അമ്മ പോലും മുഖം തിരിഞ്ഞു നിന്നിട്ടേ ഉള്ളൂ എന്നും. അനുഭവത്തിലൂടെ ഇപ്പൊ മാറിയെങ്കിലും എന്റെ കഷ്ടപ്പാട് അടുത്ത് നിന്ന് കണ്ടവരാ എന്റെ അമ്മ. ഈ വെളിച്ചം കിടമ്പോഴെങ്കിലും ഒന്ന് പണി മതിയാക്കി കണ്ടാന്ന് 1000 തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ അമ്മ. എല്ലാം അനിയനെ ഡോക്ടറാക്കാൻ വേണ്ടിയായിരുന്നു. എന്നിട്ട് എന്തായി? എന്നെ തകർത്ത് കളഞ്ഞില്ലേ അവൻ. പണമാണ് എന്തിനും മുകളിലൊന്നും ഞാൻ അവനെ പഠിപ്പിച്ചിട്ടില്ല. എന്നിട്ട് അവൻ അത് എവിടുന്ന് പഠിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ചെയ്യുന്ന പ്രവൃത്തിക്കൊക്കെ ഇവിടുന്ന് തന്നെ കിട്ടും. മുതലും പലിശയും സഹിതം വാങ്ങിച്ചുകൊണ്ട് പോയേ പറ്റൂ. നിന്റെ താവളവായത്. അതുകൊണ്ട് നീ പറയുന്നതൊക്കെ കേട്ടിരുന്നല്ലേ പറ്റൂ. വിശ്രമിച്ചില്ലേ? ഇനി വന്ന് കളക്ക്. മയ്യ മോനെ, നിനക്കിവിടെ വലിയ സ്വാധീനമാണെന്ന് എനിക്ക് മനസ്സിലായി. ഒന്ന് പറയടാ, ഞാൻ ഒരിത്തിരി നേരം കൂടി വിശ്രമിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഉടനെ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റും. ഓഹ്, പിന്നെ നിങ്ങളെ പിന്തുണയ്ക്കാൻ വേറെ ആരും ഇല്ല ഇവിടെ. അതുകൊണ്ടേ ഇപ്പോഴേ ശരീരം ഒന്ന് ഉടയട്ടെ. പുറത്ത് വെച്ചുള്ള കള്ളത്തരം ഇവിടെയും തുടരാണ്ടിരുന്ന കുറച്ച് കഴിയുമ്പതേ ഇവരിലൊരാളായിട്ടങ്ങ് പോവാം.
സാറിങ്ങനെ വേദനിച്ച് സമയം കളയാതെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ നോക്ക്. ഇപ്പൊ കാർത്തൂന് വിശേഷമൊന്നുമില്ല, അതുകൊണ്ട് നമുക്കിതൊരു തമാശയായിട്ട് എടുക്കാം. എങ്കിലും അവിടെ നമ്മൾ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് സാറേ. കാർത്തൂന്റെ വയറ്റിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ അപ്പച്ചി ഏട്ടത്തെയും ചേർന്നതിനെ വകവരുത്തില്ലായിരുന്നോ? അതുകൊണ്ട് തൽക്കാലം കുഞ്ഞുങ്ങൾ വേണ്ടാന്ന് വെച്ചിരിക്കാൻ ഞങ്ങള്. എത്ര കാലം ഇങ്ങനെ പോവാൻ പറ്റും സാറേ? എനിക്കറിയില്ല. അമ്മ എന്നെ വിളിച്ചപ്പോ മുതലേ മനസ്സിനൊരു സുഖമില്ല. ഒറ്റയ്ക്ക് അടുക്കള കിടന്ന് കഷ്ടപ്പെടുക കാർത്തു. പക്ഷെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്നേ പറയൂ. അത് പിന്നെ കാർത്തൂന്റെ സ്വഭാവം അതല്ലേ. ഇതുപോലെ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ല. കണ്ണേട്ടൻ അങ്ങനെയാ കാർത്തൂനെ വളർത്തിയത്. വിഷുവിന്റെ അന്നൊന്ന് പോണമെന്നുണ്ടായിരുന്നു. ഞാനിങ്ങോട്ട് വന്നാലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് അപ്പച്ചി പറഞ്ഞിരിക്കുന്നത്. അതെന്ത് പറച്ചില്ല സാറേ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ വിഷുവല്ലേ സാറേ? അന്നെങ്കിലും ഒന്നിച്ച് വിഷുക്കണിയൊക്കെ കണ്ട് അമ്പലത്തിൽ പോണ്ടേ? ഞാൻ പോകുന്നില്ല. ഞാൻ അവിടെ ചെന്നാൽ തലേ ദിവസം രാത്രി അപ്പച്ചി വരും. എന്നിട്ട് വിഷുവായിട്ട് കാർത്തൂനെ കരയിക്കും. തൽക്കാലം അന്നത്തെ ദിവസം അമ്മയായിട്ട് ഒന്നിച്ച് വിഷുക്കണി കാണട്ടെ. അവരൊന്നിച്ച് അമ്പലത്തിൽ പോട്ടെ. ഏത് സാഹചര്യമായിട്ടും പൊരുത്തപ്പെട്ടു വന്ന ഒരാളെ കാർത്തു. പക്ഷേ സാർ അരികിൽ വേണമെന്നും സാറും ഒന്നിച്ച് പുറത്തു പോകണമെന്നും ആ പാവത്തിന് ആഗ്രഹം കാണില്ലേ? പിന്നെ അതൊക്കെ മറ്റു പെൺകുട്ടികളെ പോലെ പുറകെ നടന്ന് പറയുന്നില്ല എന്ന് മാത്രം. അത് നമ്മളൊരു അവസരമായിട്ട് കരുതാൻ പാടില്ല സാറേ. ഒന്നും മനഃപൂർവ്വം അല്ലല്ലോ ദീപ. എന്റെ ചിന്ത അത്രയും ഈ സാഹചര്യത്തിൽ നിന്ന് കാർത്തൂനെ എങ്ങനെ മാറ്റാം എന്നുള്ളതിനെ കുറിച്ച്. നിങ്ങളൊന്ന് ആലോചിക്കേ. എന്തെങ്കിലും ഒരു വഴിയുണ്ടെങ്കിൽ പറ. വക്കീലിന്റെ ഉപദേശം തേടി. അപ്പച്ചി അവൻ അടുത്തറിയാവുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ബുദ്ധി ഉപദേശിച്ചു തന്നില്ല. അല്ലെങ്കിൽ പിന്നെ ഇപ്പോ കാർത്തുമായിട്ട് നാട് വിടണം. കുറെ നാൾ ആരെയും വിളിക്കാതെ എവിടെയെങ്കിലും അങ്ങ് പോയി താമസിക്കണം. പക്ഷെ അയാളതിന് സമ്മതിക്കും തോന്നുന്നില്ല. സാറേ, കണ്ണേട്ടൻ ഉടനെ ജയിലിൽ നിന്ന് വരുന്ന കേട്ടത്. പുറത്തേക്ക് വരുന്ന ആള് സാറിനൊപ്പം കാർത്തു സന്തോഷത്തോടെ കഴിയുന്ന കാണാനാ വരുന്നത്. ആ സമയത്ത് കണ്ണേട്ടനെ വെറുതെ നിരാശനാക്കരുത് സാറേ. നമ്മളെ അറിയുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയെ കിട്ടാനേ പാട്. അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞ എന്ത് റിസ്ക് എടുത്തിട്ടായാലും അവളുടെ മനസ്സ് സന്തോഷിപ്പിക്കാൻ ശ്രമിക്കണം. കിടക്കുന്നില്ലേ കണ്ണാ? കിടന്നാലും ഉറക്കം വരില്ല. നാളത്തെ വിഷുവിനെ പറ്റി ആലോചിക്കുന്നല്ലേ? തന്റെ എല്ലാമായ കാർത്തൂന് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, പിന്നെന്താ? അതുപോലായിരുന്നോ എന്റെ തറവാട്ടിലെ വിഷു. കാർത്തൂന് നല്ല ജീവിതം കിട്ടി. എങ്കിലും എന്റെ നന്ദനമോളിപ്പോ ആഗ്രഹിക്കുന്നുണ്ടാവും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നാ. അതിനെന്താ, അടുത്ത വിഷുവിന് താൻ അവിടെ ഉണ്ടാവും. ഇടയ്ക്ക് വാടം വന്നപ്പോഴും പറഞ്ഞല്ലോ ഉടനെ തന്നെ പോവാൻ പറ്റുമെന്ന്. എങ്കിലും ചെയ്യാത്ത കുറ്റത്തിലല്ലേ ഇത്രയും നാള് ഞാനിവിടെ കിടന്നത്. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടത്. പറമ്പിൽ പണിക്കാരായിട്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ഈ ദിവസം ഞാൻ വിഷുക്കൈനീട്ടം കൊടുക്കും. പിന്നെ നാട്ടിലുള്ള ഒരുപാട് പേര് വരും. എന്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങിച്ചാൽ നല്ലതാണെന്ന് എല്ലാരും പറയുന്നത്. അതൊരു അർത്ഥത്തിൽ ശരിയുമാണ്. പലർക്കും ആ വർഷം നല്ലതായിരിക്കും അല്ലെ? അത് അനുഭവത്തിലുണ്ട്. ഒറ്റയടിക്കാൻ എല്ലാം താറുമാറായത്. മോൾ അതൊന്നും കാര്യാക്കണ്ട. ഇത്രയും ഭംഗിയായിട്ട് ഇതുവരെ ഇവിടെ വിഷുക്കണി ഒരുക്കിയിട്ടില്ല. കണ്ണേട്ടൻ തറവാട്ടിലുണ്ടായിരുന്ന സമയത്ത് വിഷുവിന്റെ തലേന്ന് എല്ലാവരും വീട്ടിൽ തന്നെ കാണും. കണിക്കൊന്നയൊക്കെ ഉള്ളതുകൊണ്ട് വിഷുക്കണിക്ക് ചുറ്റിനും കൊന്നപ്പൂണ്ട് മാല ഒരുക്കും. പിന്നെ കാഴ്ച കാണുന്ന ഫലങ്ങളെല്ലാം പറമ്പിൽ തന്നെ ഉണ്ടായതായിരിക്കും. ചക്കയും മാങ്ങയും ഉൾപ്പെടെ എല്ലാം. സത്യം പറഞ്ഞ ഓണത്തിനേക്കാളും വിശേഷം വിഷുവിന്റെ അന്നാ. കണിയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോവും.
അതൊക്കെ ഇനി എന്നുണ്ടാവോ എന്തോ. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, നമ്മള് മനുഷ്യന്മാരെ മാത്രമല്ല, മണ്ണിനെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിച്ച കൂട്ടത്തിലാ കണ്ണേട്ടൻ. പക്ഷെ ഒരു സമയത്ത് ദൈവം മുഖം തിരിച്ചു കളഞ്ഞു. അതിനൊക്കെ മോൾക്കും മോടെ ഏട്ടനും ഏട്ടത്തിക്കും ഒക്കെ നന്മയുണ്ടാവും. ദൈവം എല്ലാം കണ്ടോണ്ടിരിക്കുകയാണല്ലോ. മോളെ, മഞ്ജു പറഞ്ഞൊന്നും കാര്യാക്കണ്ട. കണി നന്നായിട്ടൊരുക്ക്. വിഷുവിന് ഇവിടെ വിഷുക്കണി ഒരുക്കുന്ന പോലെ ഈ നാട്ടിൽ എവിടെയും കണി ഒരുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇത്തവണ മാത്രം ഒന്നുമില്ല. മനുഷ്യൻ ഇവിടെ ജീവിക്കണോ മരിക്കണോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ അവരുടെ ഒരു വിഷുക്കണി. പൊക്കോണം മുമ്പിന്ന്. അതിന് ഞാൻ വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. എല്ലാ ദിവസവും ഉറക്കം എഴുന്നേക്കുമ്പോഴേ ഞങ്ങളുടെയൊക്കെ കണി നിങ്ങളുടെ മോന്തയല്ലായിരുന്നോ? അതിനുള്ള ശിക്ഷയാ കിട്ടിയത്. പക്ഷെ കുറച്ചു മുമ്പ് അപ്പച്ചി വിളിച്ചു. പോയ ഉടനെ തിരികെ എത്തണ്ടെന്നാ പറയുന്നത്. ഇനി അത് കേൾക്കാതിരുന്ന അതിന്റെ പേരിലായിരിക്കും തന്നെ വിഷമിപ്പിക്കുന്നത്. എന്നോടും പറഞ്ഞു വിളിച്ചു വരുത്തണ്ടെന്ന്. എന്നിട്ട് ഞാൻ വന്ന നാളത്തെ ദിവസം ഇല്ലാതാവും. വീണ്ടും തന്റെ കണ്ണീരും കണ്ട് ഇറങ്ങേണ്ടി വരും. കല്യാണം കഴിഞ്ഞ ശേഷം ഇത്രയും ദിവസം ലീവായിരുന്നല്ലോ. അതുകൊണ്ട് വിഷു കഴിഞ്ഞ മറ്റന്നാൾ തന്നെ അവിടുന്ന് പുറപ്പെടേണ്ടി വരും. എന്തിനാ ഒരു ദിവസം കഴിഞ്ഞൊരു യാത്ര പറച്ചില്? നാളെ അതിരാവിലെ ഉണർന്ന് താൻ അമ്മയുമായിട്ട് കണി കാണണം. ശരി. ഇടയ്ക്ക് പവിത്രടുത്തെ കണ്ടപ്പോ പറഞ്ഞു, മുമ്പ് മതിലകത്ത് വെച്ച് വിഷു ആഘോഷിച്ച കാര്യമൊക്കെ. നമുക്ക് ആ നല്ല ദിവസങ്ങളൊക്കെ തിരിച്ചു പിടിക്കാൻ കാർത്തു. താൻ ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് ഒരു ദിവസം വരും. ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ. അതേപ്പറ്റി പവിത്രടുത്തോട് ചോദിച്ചാൽ മതി. ഉച്ചഭക്ഷണമൊക്കെ പപ്പേട്ടൻ ഓഫീസിൽ കൊണ്ട് തരും. അതുകൊണ്ട് എന്റെ ആഹാരത്തെ പറ്റിയും ആരോഗ്യത്തെ പറ്റിയും താൻ ചിന്തിക്കണ്ട. വെക്കട്ടെ. മഴയാണോ? മുറി ചോരുന്നുണ്ടോ? വിഷു വിഷു കരുണ, കണ്ണു തുറന്ന് കണി കാണും. കൊന്നപ്പൂവായിട്ട് വന്നോ? ഭാഗ്യം. കണ്ണു തുറക്കൂ കരുണ. കണ്ണു തുറക്കൂ കരുണ. എന്തുവാടാ കാണിച്ചത്? എന്തുവാടാ നീ എന്തുവാടാ വിളിച്ചേ? എടാന്നോ? അയ്യോ, പെട്ടെന്നൊരു ദേഷ്യം ഇങ്ങോട്ട് വന്നതാ. കലി അങ്ങോട്ട് എരച്ച് കയറിയതാ. സോറി. എങ്ങനെയുണ്ട് വിഷുക്കണി? തരക്കേടില്ല. ഇനിയിപ്പോ ജയിലിനകത്തല്ലയോ, അതുകൊണ്ട് ഈ കണി തന്നെ ധാരാളം. കണ്ണൻ നല്ല കണി ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാവരും ഇപ്പൊ കണ്ടു കാണും. ഓ, നീ ഏതായാലും അത് കാണരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ കാണേണ്ട കണി നിന്നെ കാണിച്ചത്. ആദ്യമായിട്ടാ ഞാൻ ഇങ്ങനെ ഒരു കണി കാണുന്നത്. ഇനി എന്തെല്ലാം കണി കാണാൻ കിടക്കുന്നു. ഇന്നത്തെ ദിവസമെങ്കിലും ശരീരം നോവിക്കാതിരുന്നാൽ നന്നായിരുന്നു. ഇനി ഇടി കൊള്ളാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. ഇന്നത്തെ ഒരു ദിവസം വേണേ ഒഴിവാക്കാം. ബാക്കി 364 ദിവസം കിടക്കല്ലയോ? എന്ത് ചെയ്യാനാടാ? കണ്ണനെ സ്നേഹിക്കുന്നവരാ ഈ ജയിലുള്ളവർ മൊത്തം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുമായിരുന്നു. ഇവിടോട്ട് നീ വന്നില്ലെങ്കിലേ
ഞങ്ങളൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോ നിന്നെ കൈവെക്കാനിരിക്കുമായിരുന്നു. ഏതായാലും നീ ഇങ്ങെത്തിയല്ലോ, ഇനി നിന്റെ കാര്യം തദൈവ. ആഹാ, കണ്ണൊക്കെ തുറന്നെല്ലാം കണ്ടല്ലോ. എങ്കിലും വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്, വന്ന് കാണ്. എന്താണ് നോക്കി നിൽക്കുന്നേ? പോയി കണി കാണാണോ? മാമന്റെ കണ്ണ് പൊത്തിക്കൊണ്ടുവരാതെന്താ? ഞാൻ കണി കണ്ടു, ഇതുവരെ കാണാത്ത കണിയാ കണ്ടത്. ഇന്നലെ രാത്രി തന്നെ ഇവനുള്ള കണി ഞങ്ങൾ ഒരുക്കിയിരുന്നു. എന്തായാലും എനിക്കൊരു സന്തോഷമുണ്ട്. നമ്മുടെ ഇവിടത്തെ പറമ്പിൽ വിളയിച്ച ഫലങ്ങൾ തന്നെയാ കണിയായിട്ട് ഒരുക്കി വെച്ചത്. വരണം സാർ. ഇന്നത്തെ ദിവസം ആർക്കും പണിയൊന്നുമില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാം. ഞാനൊരു തിരുവാര സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സാർ, അടിച്ചു പൊളിക്കാം. മാമ, മാമൻ ഇങ്ങ് വന്നേ, ഇങ്ങ് വന്നേ. എന്നാ മോനെ? നിങ്ങൾ എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോളൂ. ചെല്ല്. എന്തൊക്കെ പറഞ്ഞാലും കാർത്തവും പവിത്രടുത്ത് ഇവിടെ ഉള്ളപ്പോ പൂജാമുറിയിൽ എന്നും വിളക്ക് തെളിയിക്കുമായിരുന്നു. ഇപ്പോഴും അമ്മ അത് ചെയ്യുന്നുണ്ട്. പക്ഷെ നീയോ നിന്റെ അമ്മയോ കൃത്യമായി പ്രാർത്ഥിക്കുന്നില്ല. അതൊക്കെ തിരിച്ചടിക്ക് കാരണമാവുന്നുണ്ട്. ഇനിയെല്ലാം എന്റെയും എന്റെ അമ്മയുടെ തലേ കൊണ്ടുവന്ന് വെച്ചോ. പൂജാമുറിക്കകത്ത് കയറി കൂടി ഇരുന്നവളുമാരുടെ പ്രാക്ക ഇതിനൊക്കെ കാരണം. അവളുമാര് സകല കൂടോത്രം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവളുമാര് നശിപ്പിക്കാൻ ഏതെങ്കിലും മന്ത്രവാദികളുടെ അടുത്ത് പോണെങ്കിൽ പോകാം. അതിനെപ്പറ്റി ചിന്തിക്കും. അതിന് എത്ര പണം വേണമെങ്കിലും ചെലവാക്കാം. ഞാനേ വേഗം റെഡിയായിട്ട് വരാം. നല്ലൊരു വിഷയമായിട്ട് കൂടെ വരുമോ എന്റെ മനസമാധാനം കളയാൻ. വിഷു ആയിട്ടെങ്കിലും അമ്മയ്ക്കൊന്ന് കരയാതിരുന്നൂടെ? എങ്ങനെ കരയാതിരിക്കുവടി? ഓരോന്നായിട്ട് ബാങ്ക് കയറി പിടിച്ചോണ്ടിരിക്കുക. ചിട്ടിക്ക് ചേർന്നവരൊക്കെ വിളിയോട് വിളിയാ. ഞാൻ അവരോടൊക്കെ എന്താ പറയേണ്ടത്? പലിശയ്ക്ക് പണം വാങ്ങിയവർ വിളിച്ചിട്ടെടുക്കുന്നില്ല. ആർക്ക് എന്തു കൊടുത്തു, എത്ര കൊടുത്തു എനിക്കൊന്നും അറിയത്തില്ല. അങ്ങോട്ട് കൊടുക്കാനുള്ളവർക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, ഇങ്ങോട്ട് തരാനുള്ളവർക്ക് അതില്ല. ഓ, മൊത്തത്തിൽ കടം കയറി മുടിയാൻ പോവുക. കരഞ്ഞ അതിന് മാറ്റം വരുമോ? സങ്കടം വരുമ്പം പിന്നെ കരയാതെ ചിരിക്കണം. ഒരാൾ ജയിലിൽ പോയതിനെ രക്ഷപ്പെട്ടല്ലോ. നിങ്ങൾക്കിതൊന്നും അറിയണ്ടല്ലോ. നീ രാവിലെ അമ്പലത്തിലോട്ടാണോ? അതാ ഇപ്പൊ ഇടങ്ങേറായത്. ദീപേട്ടൻ അവിടെ വരുമെന്ന് പറഞ്ഞിരുന്നു. ഒരുങ്ങി പോവാൻ തുടങ്ങിയപ്പോഴോ ഒരാൾക്ക് കൂടെ വരണോന്ന്. എന്റെ ഭർത്താവിന്. അതൊരു തെറ്റായി പോയോടി. വിഷുവിന് ഭർത്താവിനൊപ്പം അല്ലേ ഭാര്യ അമ്പലത്തിൽ പോകേണ്ടത്? പിന്നെ ഭർത്താവ്. പപ്പയെ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയപ്പോ പത്രത്തിലും ടിവിയിലൊക്കെ വാർത്ത വന്നു. അത് കാരണം പുറത്തിറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആളാണ് എന്റെ ഭർത്താവ്. ആയിക്കോട്ടെ,
കർണേട്ടിനെ പോലീസുകാർ കൊണ്ടുപോയത് ആര് കാരണോ അടി? ദീപന് നീയോ അല്ലേ അങ്ങേരെ ചതിച്ചത്? എന്നിട്ട് അവന്റെ പിന്നാലെ നീ പോകുന്നതോ? ദേ കുറച്ചുകൂടെ ഉച്ചത്തിൽ വിളിച്ചു മോളിരിക്കുന്ന ആൾ കേക്കട്ടെ, അതോടെ ഈ ബന്ധങ്ങൾ തീരുമല്ലോ. എടി എന്നാ ദീപനെ വിളിച്ച് പറ ഉണ്ണിയും കൂടെ വരുന്നുണ്ടെന്ന്. ഞാൻ പറയില്ല. ഇന്നത്തെ ദിവസം ദീപേട്ടിനൊപ്പം ഭഗവാനെ കാണാനാ എനിക്കിഷ്ടം. ഓ, എല്ലാത്തിനും തല തിരിഞ്ഞു പോയി. ഒരുത്തിയാണെങ്കിൽ രാവിലെ ഇവിടുന്ന് ഇറങ്ങിയതാ. 2-3 അമ്പലത്തിൽ കയറിയിട്ടേ വരുവുള്ളെന്നാ പറഞ്ഞത് നിന്റെ അപ്പച്ചി. ഓ, പ്രാഗി കൊന്നിട്ടേ വരുള്ളൂ. അവരെന്നാ അടിച്ചിറക്കിക്കൂടെ? അവരങ്ങ് പോയാലേ ഈ വീട്ടിലെ ജോലിയൊക്കെ ആര് ചെയ്യും? ഇനിയിപ്പൊ ശമ്പളം കൊടുത്തൊരാളെ വെക്കാനേ കൈ പൈസയില്ല. ബാങ്കിൽ കിടക്കുന്നതൊക്കെ അത്യാവശ്യക്കാർക്ക് കൊടുക്കേണ്ടി വരും. ചിലപ്പോ ഈ തറവാടും വിൽക്കേണ്ടി വരും. അങ്ങനെ വന്നാ വിൽക്കണം. അതോടെ ഉണ്ണിയേട്ടൻ എന്നെ വിട്ടോളും. എനിക്ക് എന്റെ രീതിയിൽ ജീവിക്കാം. ഓ, നിന്നെ പോലെ സ്വാർത്ഥതയുള്ള മക്കളെ കിട്ടിയാ അത് അച്ഛനമ്മമാരുടെ ദുരന്തമാടി. ആയിക്കോട്ടെ, എന്തായാലും അമ്മയുടെ ജാതകം നല്ലതായതുകൊണ്ടാ പപ്പ ജയിലിൽ കിടക്കുന്നത്. നിർത്തടി. സ്വന്തം ഭർത്താവിനെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നവൾ വീട്ടിലുണ്ടെങ്കിലേ വീട്ടിനകത്ത് മൂദേവി കയറുപടി. നല്ലൊരു ദിവസമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. നീ പറയടി, പറയേ. എന്റെ വയറ്റിക്കുരുത്ത വിഷപ്പാമ്പാ നീ. ഞാൻ ജനിച്ചതിന് ശേഷമാണ് സകല ഐശ്വര്യം ഉണ്ടായതെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ടായിരുന്നല്ലോ മുമ്പൊക്കെ. അതേ നീ തന്നെ എല്ലാം തകർക്കുകയാണല്ലോ. എടി പെണ്ണെ, നിനക്ക് കേതുദശയാ. അതുകൊണ്ട് മനസ്സറിയാതെ മാരണങ്ങൾ കയറി വരും. എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാരണ ഇപ്പൊ എന്റെ ഭർത്താവ്. അയാൾ ഒഴിഞ്ഞു പോയ അതോടെ കേതുവും മാറി. പെണ്ണെ മിണ്ടാതെ, ഉണ്ണി വരുന്നു. വിഷുവായിട്ട് കണി കണ്ടത് ഫാനാ. ആരും കണിയുമായിട്ട് മുന്നോട്ട് വന്നുമില്ല. പിന്നെ ഇവളുടെ മുഖവും. ഇവളുടെ മുഖം കാണുന്നതേ ഐശ്വര്യ മോനെ. ഞങ്ങൾ പണ്ട് കണ്ടിരുന്നതേ ഇവളുടെ മുഖ. ആ, എനിക്കും ഇഷ്ടം അത് തന്നെയാ. എന്നപ്പോ മാമിക്കും കൂടെ വരാമായിരുന്നു. അയ്യോ, അങ്ങേര് ജയിലിൽ കിടക്കുകയല്ലേ. അതുകൊണ്ട് അമ്പലത്തിലോട്ട് വന്നാൽ 100 കൂട്ടം ചോദ്യങ്ങളായിരിക്കും. ആൾക്കാർക്ക് അത് ചോദിക്കുന്നതാണല്ലോ ഒരു രസം. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് വാ. മാമിക്ക് എന്തെങ്കിലും അർച്ചനയോ വഴിപാടോ നടത്താനുണ്ടോ? അങ്ങേരുടെ പേരിൽ ഒരു അർച്ചന നടത്തിയത്. കർണൻ ചതയം ഇപ്പൊ ചതഞ്ഞോണ്ടിരിക്കുക. അതിനൊരു കുറവ് വരട്ടെ. ശരി, പോവാം വിജിതേ.